മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുകളിൽ മുഖ്യ സ്പോൺസറുടെ സഹ സ്പോൺസർമാരെക്കുറിച്ചും അവ്യക്തത. AFIക്ക് നൽകിയതായി പറയുന്ന 126 കോടി രൂപയും മുഖ്യ സ്പോൺസറുടേത് മാത്രം അല്ലെന്നാണ് വിവരം. അമേരിക്കയിലെ വിവാദ കമ്പനി വഴി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾക്കും രേഖകളില്ല. വിവരങ്ങളുമായി രേഷ്മയാണ് ചേരുന്നത്. രേഷ്മ, ഈ മെസ്സി ഇടപാട് നമുക്കറിയാമല്ലോ. ആ ഇടപാടിൽ കൂടുതൽ ആളുകളിലേക്ക്, അതിലെ പ്രധാനപ്പെട്ട തട്ടിപ്പുകാരനെ അപ്പുറം കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണല്ലോ ഇതിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, രാഖി, നേരത്തെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറഞ്ഞിട്ടുള്ളത്, അതായത് തങ്ങൾ മാത്രമായിട്ടാണ് ഈ 126 കോടി രൂപ AFIക്ക് കൈമാറി എന്നുള്ളൊരു വാദമാണ് ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് AFIക്ക് പണം കൈമാറിയതിൽ നിലവിൽ രേഖകളൊന്നുമില്ല. AFI കൈപ്പറ്റിയതിനോ രേഖകളില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് പലതവണ കരാറിൽ ഏർപ്പെട്ട സമയത്തൊക്കെ തന്നെ ആ കരാർ ലംഘിച്ച ഒരു കമ്പനിയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. അതോടൊപ്പം തന്നെ ഈ 126 കോടി രൂപ റിപ്പോർട്ടറിന്റെ മാത്രം പണമാണോ അതോ സഹ സ്പോൺസർമാരിൽ നിന്ന് ഫണ്ട് ശേഖരണം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമയായിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ നടത്തിയിട്ടുണ്ടോ? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം ഇനി നടക്കുക. അതായത് ഈ 126 കോടി രൂപ ഫണ്ട് ശേഖരണമാണെങ്കിൽ കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. സഹ സ്പോൺസർമാരിൽ നിന്നും പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. നേരത്തെ തന്നെ ഈ ഒരു സെൻട്രൽ GST, അതായത് സ്റ്റേറ്റ് GST വകുപ്പ് ഇതിൽ GST വെട്ടിപ്പടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അന്ന് പക്ഷേ 2025 ഈ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ ഘട്ടത്തിൽ പോലും കൃത്യമായിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ GST ഡിപ്പാർട്ട്മെന്റ്, അതായത് സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിരുന്നില്ല. ഇതിൽ ഉൾപ്പെടെ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, CBIC ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ 126 കോടി രൂപയും ആന്റോ അഗസ്റ്റിൻ്റെതാണോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതകൾ മറനീക്കി പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. ഇപ്പോഴും ആന്റോ അഗസ്റ്റിൻ പറയുന്നത് തങ്ങൾ മാത്രമാണ് ഇതിൽ പണം ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പണം ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വിദേശ നാണ്യ വിനിമയ ചട്ടം കൂടി ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ. കാരണം US ആസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം നേരിടുന്ന ഒരു സ്ഥാപനം വഴിയാണ്, ഒരു കമ്പനി വഴിയാണ് പണം ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും അന്വേഷണ വിധേയമാണ്. എന്തായാലും ഈ കൂടുതൽ സഹ സ്പോൺസർമാരിലേക്ക് കൂടി അന്വേഷണം എത്തും. അവരുടെ പക്കൽ നിന്നും പണം ആന്റോ അഗസ്റ്റിൻ വാങ്ങിയിട്ട് അത് അവരെ കബളിപ്പിച്ചു എന്ന കാര്യത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോവുക. ഇത് സംബന്ധിച്ച് നിലവിൽ രേഖാമൂലം പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അനുമാനിക്കുന്നത്. രേഷ്മ, ഈ 126 കോടി രൂപ യഥാർത്ഥത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയിട്ടുണ്ടോ അതോ ഈ പണം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കം മാത്രമാണോ? രഞ്ജിത്ത്, ഇതിൽ ആന്റോ അഗസ്റ്റിൻ ഇപ്പോഴും ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് താൻ പണം കൈമാറിയിട്ടുണ്ടെന്നാണ്. പക്ഷേ AFI ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇത് സംബന്ധിച്ച് രേഖകളൊന്നും തന്നെ കാണിക്കാനായിട്ട് ആന്റോയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല. കാരണം പണം കൈമാറി എന്ന് വാക്കാൽ വാദം ഉന്നയിക്കുന്ന ആന്റോ അഗസ്റ്റിനെ എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിടാൻ സാധിക്കാത്തത്? ഒരു തെളിവെന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും കൈവശം വെക്കുന്നതാണ് രേഖകൾ. അതൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലും ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല AFI ഇത് സ്ഥിരീകരിക്കാത്ത, അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇത് സ്ഥിരീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ പണം കൈമാറിയതായിട്ട് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാനും സാധിക്കില്ല. മറ്റൊന്ന്, ഈ സ്പോൺസറെ കണ്ടെത്തിയതിലടക്കം ഇടത് സർക്കാർ പ്രതിക്കൂട്ടിലായ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ ആന്റോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സ്പോൺസറിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ട് നടപടിച്ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇവിടെ നടപടിച്ചട്ടങ്ങളോ നടപടിക്രമങ്ങളോ നിയമപരമായിട്ടുള്ള മറ്റൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു കള്ളപ്പണ ഇടപാട് ഉണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ AFIക്ക് പണം കൈമാറിയതിന്റെ രേഖകളൊന്നും തന്നെ ആന്റോ അഗസ്റ്റിൻ പുറത്തുവിട്ടിട്ടില്ല. AFI അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. രഞ്ജിത്ത്, ശരി രേഷ്മ, എന്തായാലും എനിക്ക് പെട്ടെന്ന് ഈ ശങ്കരാടി പറഞ്ഞതുപോലെ എന്റെ കയ്യിലുണ്ടാ രേഖ
അതാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഇത് ഞാൻ ആലോചിക്കുന്നത് എത്രമാത്രം വലിയ തട്ടിപ്പാണ് എന്ന് ഓർത്ത് നോക്കണം. അതെ, ശതകോടിക്ക് മേലെയാണ് അല്ലേ? അതെ അതെ, ഒന്നും രണ്ട് തട്ടിപ്പിന്റെ ആൾക്കാരല്ല, പല പല തട്ടിപ്പുകൾ നടത്തിയിട്ട് വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതെ, എല്ലാവരെയും ഞാൻ കോടതി കയറ്റും, ഞാൻ നിങ്ങൾ തെളിയിക്കുന്ന 1 കോടി അങ്ങോട്ട് തരാന്നൊക്കെയാണ് പറയുന്നത്. അതെ.